ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റെഷൂസ് കോർണർ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു എഗ് കട്ട്ലെറ്റ് റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ ടേസ്റ്റിയായ ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്, സവോളയും മല്ലിയിലയും പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നീട് ഒരു മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നീട് കുക്കറിൽ 3 മുട്ടയും ഉരുളക്കിഴങ്ങും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 വിസിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. നല്ലപോലെ തണുത്ത ശേഷം നമുക്ക് തൊലി കളഞ്ഞ് ഉടച്ച് വെക്കണം, നല്ലപോലെ സ്മാഷ് ചെയ്ത് വെക്കണം. നമുക്കാദ്യം ഒരു പൊട്ടാറ്റോ മിക്സ് റെഡിയാക്കി എടുക്കാനുണ്ട്. ആദ്യം സ്റ്റൗ ഓൺ ചെയ്തു, ഒരു കടായി വെച്ച് കൊടുത്തു. ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 1 സ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷമാണ് ഉള്ളി ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഉള്ളി നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്, അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ആ പൊടികളുടെ പച്ച മണക്കം ഒന്ന് പോയി നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിരുന്ന ആ ഒരു പൊട്ടാറ്റോ മിക്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിതിൽ ഇട്ടിരിക്കുന്ന ആ ഒരു മസാലയും ഉപ്പും എല്ലായിടത്തും പിടിക്കുന്ന തരത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ശേഷം നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതൊന്ന് ചൂടാറുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 മുട്ട പുഴുങ്ങിയതാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനൊരു ത്രെഡ് ഉപയോഗിച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ യെല്ലോ ഒട്ടും വിട്ടു പോകാതെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ബാക്കിയുള്ള മുട്ടയും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുവാണ്. അറിയാത്തവർക്ക് വേണ്ടി ഇത് ചെറിയൊരു ടിപ്പാണ്. ഇതുപോലെ ത്രെഡ് കൊണ്ട് മുട്ട കട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആ യെല്ലോ വിട്ടു പോകാതെ തന്നെ നമുക്ക് നല്ലപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ കട്ട്ലെറ്റ് ഉണ്ടാക്കാനുള്ള മുട്ടയും പൊട്ടാറ്റോ മിക്സും റെഡി ആയിട്ടുണ്ട്. പൊട്ടാറ്റോ മിക്സ് നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലെറ്റ് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം കയ്യിൽ ഒരല്പം എണ്ണ പുരട്ടിയതിന് ശേഷം കുറച്ച് പൊട്ടാറ്റോ മിക്സ് എടുത്ത് കയ്യിൽ വെച്ച് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ നടുവിൽ ഒരു പീസ് എഗ് പീസാണ് വെച്ച് കൊടുക്കേണ്ടത്. എഗ് പീസ് വെച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. പിന്നീട് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന മുട്ടയിലോട്ട് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ബാക്കിയുള്ള എഗ് പീസ് ഒക്കെയും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള കട്ട്ലേറ്റും കൂടി ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നല്ലപോലെ ചൂടായതിനു ശേഷം ഇതുപോലെ ഇട്ട് കൊടുത്ത് നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എഗ് കട്ട്ലേറ്റ് ഒക്കെ ഞാൻ ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇതാണ്, എഗ് കട്ട്ലേറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് ടൊമാറ്റോ സോസിനൊപ്പം കഴിക്കാൻ അടിപൊളിയായിരിക്കും, വളരെ നന്നായിരിക്കും. ഇതുപോലെ നിങ്ങളും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അവിടെ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, stay safe, stay healthy. Thanks for watching.